എന്റെ അധ്യാപന ജീവിതത്തിലെ 28 വർഷങ്ങൾ ഒരു ജോലി മാത്രമായിരുന്നില്ല എനിക്ക്. ഒരു ജീവിതയാത്ര തന്നെയായിരുന്നു. ഒരു അധ്യാപികയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് വിദ്യാർത്ഥികളുടെ സ്നേഹവും ആദരവുമാണ്. ആദ്യമായി ജോലിയിൽ പ്രവേശിച്ച ദിവസം ചെറിയൊരു പേടിയും വലിയൊരു പ്രതീക്ഷയുമായിരുന്നു. കാരണം എനിക്കൊരു നല്ല അധ്യാപികയാകാൻ കഴിയുമോ എന്നായിരുന്നു മനസ്സിൽ. പക്ഷേ ഓരോ ദിവസവും കുട്ടികൾ എന്നെ കൂടുതൽ ആത്മവിശ്വാസമുള്ള ഒരാളാക്കി മാറ്റുകയാണ് ഉണ്ടായത്. കുട്ടികൾ പലരും വ്യത്യസ്തരാണ്. ചിലർ വളരെയേറെ സംസാരിക്കും, ചിലർ നിശബ്ദരായിരിക്കും, ചിലർ പഠനത്തിൽ മികച്ചവരായിരിക്കും, ചിലർ മറ്റു പല കഴിവുകളും ഉള്ളവരാവും. എന്നാൽ എല്ലാവർക്കും ഒരുപോലെ വേണ്ടിയിരുന്നത് എന്താണെന്നറിയോ? സ്നേഹവും അംഗീകാരവും. ഒരു ചെറിയ അഭിനന്ദനം പോലും ഒരു കുട്ടിയുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുമെന്ന് പലവട്ടം എനിക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. മാർക്ക് കുറഞ്ഞ കുട്ടികളെ ആശ്വസിപ്പിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പറയുമായിരുന്നു, മാർക്ക് ജീവിതത്തിൽ അവസാന വാക്കല്ല മക്കളെ, നിന്റെ ശ്രമമാണ് ഏറ്റവും വലിയ വിജയമെന്ന്. വർഷങ്ങൾക്ക് ശേഷം അവർ വളർന്നു വലുതായി, ഡോക്ടർമാരായി, തിരക്കഥാകൃത്തുക്കളായി, എഞ്ചിനീയർമാരായി, ചിലർ അധ്യാപകരായി, മറ്റു ചിലർ വിദേശത്ത് ജോലിയിലും. പക്ഷേ ഇന്നും ആ മക്കൾ എന്നെ ഓർക്കുകയും സ്നേഹിക്കുകയും പഴയ ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ ആത്മാഭിമാനം തോന്നാറുണ്ട് കേട്ടോ. ഒരു അധ്യാപികയുടെ ഏറ്റവും വലിയ പുരസ്കാരം എന്ന് പറയുന്നത് മെഡലുകളല്ല, വിദ്യാർത്ഥികളുടെ മനസ്സിൽ ലഭിക്കുന്ന സ്ഥാനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല കുട്ടികളും അവരുടെ സന്തോഷങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്, സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ അന്ന് പറഞ്ഞ വാക്കാണ് ഇന്ന് ഞാൻ ഈ നിലയിലെത്താൻ കാരണമെന്ന് പറയുമ്പോൾ അതിലും വലിയ സന്തോഷം മറ്റെന്താണുള്ളത്? പഠിപ്പിക്കൽ മാത്രമല്ല, സ്കൂൾ ടൂറുകൾ, യുവജനോത്സവങ്ങൾ, ഓണാഘോഷം, ക്രിസ്തുമസ് ആഘോഷങ്ങൾ, വാർഷിക ദിനങ്ങൾ, ഇതെല്ലാം മനോഹരമായ ഓർമ്മകളാണ്. 28 വർഷങ്ങൾക്കിടയിൽ ഒട്ടേറെ സഹാധ്യാപകരോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഒരുമിച്ച് പാഠപദ്ധതികൾ തയ്യാറാക്കിയത്, സ്കൂൾ പരിപാടികൾ സംഘടിപ്പിച്ചത്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരം സഹായിച്ചത്. ഒരു നല്ല സ്റ്റാഫ് റൂം എന്നുള്ളത് ജോലി ചെയ്യുന്ന സ്ഥലം മാത്രമായിരുന്നില്ല. ചിരികളും തമാശകളും അനുഭവങ്ങളും പ്രോത്സാഹനവും സൗഹൃദവും പങ്കിടുന്ന ഒരു കുടുംബം തന്നെയായിരുന്നു എനിക്ക്. ഓരോ സഹാധ്യാപകരിൽ നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെയായി പഠിച്ചിട്ടുണ്ട് കേട്ടോ. ക്ഷമ, ആത്മവിശ്വാസം, ധൈര്യം, പങ്കുവയ്ക്കൽ, കഠിനാധ്വാനത്തിന്റെ വില, ചെയ്യരുതാത്തത്, ചെയ്യേണ്ട രീതികൾ എല്ലാം. ബ്ലാക്ക് ബോർഡിൽ നിന്ന് സ്മാർട്ട് ബോർഡിലേക്ക്, ചോക്കും ഡസ്റ്ററും മുതൽ ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് കാലം മാറിയെങ്കിലും പഠിപ്പിക്കുന്ന രീതി മാറിയെങ്കിലും മാറാത്ത ഒന്നേയുള്ളൂ, ആത്മബന്ധം. മക്കളുമായി, സഹാധ്യാപകരുമായി. അതാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും നിരവധി സഹാധ്യാപകരും അനേകം മാതാപിതാക്കളും ചേർന്നാണ് എൻ്റെ ജീവിതം ഇത്രയേറെ മനോഹരമാക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 28 വർഷങ്ങൾ അവസാനിക്കുന്നില്ല. ഓർമ്മകളിലൂടെ അവ എന്നും ജീവിച്ചുകൊണ്ടിരിക്കും. സ്കൂളിലേക്കുള്ള യാത്രകൾ, സ്കൂളിലെ ബെല്ലടിക്കുന്ന ശബ്ദം, മക്കളുടെ ചിരിയും കളിയും, അവരുടെ തമാശകളും പരിഭവങ്ങളും, ബിന്ദു ടീച്ചർ എന്നുള്ള ആ സ്നേഹത്തോടെ വിളിയും എല്ലാം ഇനി ഓർമ്മകൾ മാത്രമാണ് എനിക്ക്.